നമസ്കാരം, വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അച്ഛനും മക്കളും തമ്മിലുള്ള വ്ളോഗാണ് കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. കിച്ചാപ്പു ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് അവന്. ഒരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഇല്ലെങ്കിൽ എന്തൊരു സംഭവം ബേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ആ കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അവൻ ലൈഫിൽ ആദ്യമായിട്ട് അവന് സ്വന്തമായിട്ട് ഒരു കേക്ക് ബേക്ക് ചെയ്യണം എന്ന് പറയുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും മക്കളും ഇന്ന് ഫസ്റ്റ് കേക്ക് ബേക്ക് ചെയ്യാൻ പോവാണ്. ഇവർക്ക് ആർക്കും തന്നെ ബേക്കിംഗ് എക്സ്പീരിയൻസ് ഇല്ല. സോ അത് എങ്ങനെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. Okay, ശരി. അതെ. Did you just do that? ആകട്ടെ വല്ല ചെമ്മരിയാട് മേടിക്കാൻ നിക്കണമാരി ഇരിക്കണമാരി. ഞാൻ ഇതിന്റെ ഉള്ളിൽ വെച്ചത് കേക്കല്ലേ? അതെ. അഗ്നിപർവ്വതമൊന്നല്ല. എനിക്ക് ഒരു മൗണ്ട് ഫൂജി ഒക്കെ കണ്ട ഓർമ്മ വരുന്നു. ദാ പ്രീഹീറ്റ് ആയി. അതാ ബ്ലിങ്ക് ആവണ കണ്ടോ? കണ്ടോ ഇപ്പൊ തുറക്കണോണ്ട് കുഴപ്പമില്ല. തുറക്കൂ. ഓഫ് ചെയ്യണ്ടേ? ഇല്ല, ഓഫ് ചെയ്യാൻ പാടില്ല. അത് പ്രീഹീറ്റ് ആയി നിൽക്കല്ലേ. നല്ല ചൂടുണ്ടാവും. നല്ല ചൂടുണ്ട്. പതുക്കെ വെക്കും. പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അത് അവരെ ശരിക്കും പരീക്ഷിക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കേക്ക് മിക്സ് കൊണ്ട് തന്നെയാണ് ഈ 3 പേരും കൂടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന കേക്ക്. അപ്പോൾ നമുക്ക് കാണാം ഒരു അടിപൊളി വ്ളോഗ്. ഇവര് ബേക്ക് ചെയ്യുന്ന ഫസ്റ്റ് കേക്ക് ബേക്ക് ചെയ്ത് കറക്റ്റായിട്ട് വന്നു എന്ന് വെക്കുക. ആ ബേക്കിംഗ് എക്സ്പീരിയൻസ് ശരിക്കും ഒരു ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. അത് ബേക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് കേക്ക് ബേക്കായിട്ട് വരുന്നതിൻ്റെ സന്തോഷം എന്തായിരിക്കും. ഇന്ന് നമുക്ക് കാണാം ഒരു അടിപൊളി ബേക്കിംഗ് വ്ളോഗ്. ഹലോ, നമസ്കാരം. അപ്പൊ ഇന്ന് എന്താ പരിപാടി? നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകും. നിങ്ങളുടെ ഫസ്റ്റ് ബേക്കിംഗ് എക്സ്പീരിയൻസ്. കിച്ചുവിന് ഭയങ്കര ആഗ്രഹമാണ് ഒരു കേക്ക് ഉണ്ടാക്കണം. അവന് ബേക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ബേക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ബേക്കിംഗ് എക്സ്പീരിയൻസ് ഹാർഡായിട്ടുള്ള ടാസ്ക് ആണ് എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ കൂടിയിട്ട് ആ ടാസ്കിനെ വളരെ എന്താ പറയുക ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള പാക്കറ്റിൽ കിട്ടുന്ന കേക്ക് മിക്സ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിലാണെങ്കിൽ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട അങ്ങനെയുള്ള സംഭവം. ഇവരെങ്കിലും നിന്നെ ബേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതും ചെയ്തിട്ടില്ല. എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. മറ്റേ മുട്ടക്കറി ഉണ്ടാക്കണ പോലെ ബേക്കറി ചെയ്യാൻ പറ്റില്ല. അല്ല, പക്ഷെ ഇതെല്ലാത്തിന്റെയും രസം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കേക്ക് പൊന്തിയിട്ട് അത് സൂപ്പറായിട്ട് വരുന്ന അത് മുറിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട്. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേ ഇവരോട് പറയുന്നേ, സെക്കൻഡ് വേൾഡ് വാർ അവസാനിപ്പിച്ച ഒരു കേക്കിന്റെ കഥ കണ്ടു സിനിമയിൽ സോൾട്ട് ആൻഡ് പെപ്പർ. ആ കഥ അറിയോ നിങ്ങൾക്ക്? സെക്കൻഡ് വേൾഡ് വാർ അവസാനിപ്പിച്ചത്. ഇറ്റ്സ് കോൾഡ് ജുവാൻസ് റെയിൻബോ കേക്ക്. അങ്ങനെയാണ് അതിന്റെ പേര്. അതാണ് ഉണ്ടാക്കുന്നത്. അല്ലല്ല, അതിന്റെ ഒരു കഥ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് തുടങ്ങാം. സെക്കൻഡ് വേൾഡ് വാർ എവിടെയാണ് നടന്നത്? യൂറോപ്പ്. ഓക്കെ, ഫ്രഞ്ച് ആണ് അതിൽ ഫ്രാൻസ് പങ്കെടുത്തിട്ടില്ലേ? അതന്നെ. അങ്ങനെയാണ് സംഭവം നടന്നിരിക്കുന്നത്. അതെയോ? No, you can. You want me to go over the whole? No, but still give me an idea. How was it? Hitler seized control of Germany in 1933 and wanted a plan to invade all of Europe and Western forces. He joined Stalin, Soviet Union, and took over Czechoslovakia, and then moved on to Greece. After that, he moved to his west and then started taking over France. Then he moved. Then only after he got to the end of the France, America came. അപ്പൊ അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. എനിക്ക് അറിയില്ല, ഞാൻ വളരെ വീക്കാണ്. After America came, with Britain's help, America's help, and French, they pushed England so bad, pushed German back to their homeland.
eager for progress, Hitler looked to Russia and he invaded Russia as a betrayal. Oh, this is. But they went through full Russia with a combat called Blitzkrieg, which they used some kind of drug to go through. And they were so fast. After they got to the capital, which was Stalingrad at the time, they did not want to. They tried to attack it so hard, but Russia kept on fighting, and soon Germany gave up and was also pushed back. Now, if I were to say it right now, Russia is here, Germany is just tiny thing here, and now they're all cornered. Soon, Hitler, after he realized that in 1945 that everything is wrong, he committed suicide in the World War. Oh my God. അപ്പൊ പറയാൻ വന്നതൊക്കെ ഞാൻ അതല്ലേ ആലോചിച്ചത്. ഇപ്പൊ ഒരു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി നമ്മളിപ്പോ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഹിസ്റ്ററി മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഒറ്റ ഒരു ബട്ട് ഇറ്റ്സ് ഗുഡ് മൻ. ഐ മീൻ ഇറ്റ്സ് എ വെരി കോമ്പാക്ട് സ്റ്റോറി. അപ്പൊ പക്ഷെ ഞാൻ എന്താ പറയാൻ പോണെന്നറിയാം. അതിനാണ് ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ആ മൂവിന്ന് പഠിച്ചതാണ്. മൂവിന്ന് പഠിച്ച ഒരു ജുവാൻസ് റെയിൻബോ കേക്കിന്റെ കഥ. അതിൽ സ്ട്രോബെറിയാണ്, എൻ്റെ കയ്യിൽ റാസ്ബെറി ഉള്ളത് മാത്രം. അപ്പോൾ മനു ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഇപ്പോൾ ഈ ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്നത് അവർ സെക്കൻഡ് വേൾഡ് വാർ അവസാനിപ്പിച്ചത് ഒരു കേക്ക് ഉണ്ടെന്ന് പറയുന്ന അറിയാം. സോ ദർ വാസ് എ ലേഡി കോൾഡ് ജുവാൻസ് ലോബോ. അവരുടെ പാർട്ട്ണറുടെ പേരാണ് ആൽബർട്ട്. സോ ആൽബർട്ട് സെക്കൻഡ് വേൾഡ് വാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോയി. സോ ഈ ലേഡി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആൽബർട്ടിനെ ആൽബർട്ടിനോട് ചോദിച്ചു എപ്പോഴാണ് വരികയെന്ന്. ആൽബർട്ട് പറഞ്ഞു ഞാൻ ഉടനെ തിരിച്ചു വരാമെന്ന്. അപ്പോൾ അവർ വരണ വരെ ഈ ലേഡി ഒരു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവർ ഇത് സ്ട്രോബെറിയാണ് വേണ്ടത്, എൻ്റെ കയ്യിൽ ഇപ്പോൾ റാസ്ബെറി ഉള്ളൂ. അവർ സ്ട്രോബെറി കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കി ഫസ്റ്റ് ഡേ. എന്നിട്ട് ആൽബർട്ടിന് വേണ്ടി കാത്തിരുന്നു. ആൽബർട്ട് വന്നില്ല. നെക്സ്റ്റ് ഡേ അവർ ആ സ്ട്രോബെറിയുടെ കേക്കിൻ്റെ മുകളിൽ ഒരു പിസ്ത കേക്ക് എടുത്ത് വെച്ചു. ഇത് പിസ്തയല്ല, പിസ്ത എടുത്ത് വെച്ചു. എന്നിട്ടും സെക്കൻഡ് ഡേ കഴിഞ്ഞു, ആൽബർട്ട് വന്നില്ല. തേർഡ് ഡേ അവരതിൻ്റെ മുകളിൽ മാംഗോൻ്റെ കേക്ക് ഉണ്ടാക്കി. ഓറഞ്ച് അല്ലേ? ഓറഞ്ച് ആണ്. ജുവാൻസ് റെയിൻബോ കേക്കിൽ മാംഗോ അല്ല, സ്ട്രോബെറി, പിസ്ത, ഓറഞ്ച് ആണ് അല്ലേ? ചോക്ലേറ്റ്. അപ്പോൾ ഓറഞ്ച് ഇല്ല നമ്മുടെ അടുത്ത്, അതിന് വേറെ മാംഗോ. ഓക്കെ, ഓറഞ്ച് ആയിരിക്കുന്ന അതെടുത്ത് വെച്ചു. എന്നിട്ട് ആൽബർട്ട് വന്നില്ല. ഫോർത്ത് ഡേ അവർ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഈ വേൾഡ് വാർ അവസാനിച്ചിട്ട് ആൽബർട്ട് കെയിം ആൻഡ് ഹീ കെയിം വിത്ത് ദ ചോക്ലേറ്റ്. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ചോക്ലേറ്റ് ആൽബർട്ട് കൊണ്ടുവന്ന ചോക്ലേറ്റിനെ ഈ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അവർ ആ വേൾഡ് വാർ അവസാനിക്കുകയും ചെയ്തു. ആൻഡ് ദേ മെയ്ഡ് എ കേക്ക് വിത്ത് 4 ലെയർ. എല്ലാം കൂടി ചേർത്തിട്ട് അവർ ആ കേക്കിനെ ആൽബർട്ടിന് കൊടുത്തു. അപ്പോൾ അതിനെ ജുവാൻസ് റെയിൻബോ കേക്ക് എന്ന് പറയും. ഇതിപ്പോൾ ആ സോൾട്ട് ആൻഡ് പെപ്പർ മൂവിയിൽ വായിച്ചതാണ്, അല്ല കണ്ടതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു കഥയും കൂടി നമുക്ക് കേക്കിനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഇടുന്നുണ്ടോ നിങ്ങൾ? ഏത് നിങ്ങളുടെ ഐഡിയ പ്രകാരം? ഇല്ല, ഇപ്പം നമ്മുടെ ഐഡിയ പ്രകാരം നമ്മൾ ആദ്യം ബേക്ക് ചെയ്യുന്നതുകൊണ്ട് തൽക്കാലം ഒന്നും ആഡ് ചെയ്യണ്ടെന്ന് വെച്ചു. അല്ല, പക്ഷെ അത് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. എവിടെ നിന്റെ മിക്സ് അവിടെ? ഇപ്പൊ തരാം. അപ്പൊ മക്കളെ, ഇതുപോലത്തെ പിൽസ്ബറിയുടെ പല രീതിയിൽ, ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഇത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോളൂ. അതല്ലാണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യണമെന്നൊന്നും വിചാരിക്കേണ്ട. ഇതിപ്പോ ഇതുപോലത്തെ നമുക്ക് ഇത് ബെറ്റി ക്രോക്കേഴ്സിന്റെ ആണ്. ഇതുപോലത്തെ നമ്മൾക്ക് ഇത് കിട്ടാറുണ്ട്, കേക്ക് മിക്സ് കിട്ടാറുണ്ട്. അതിന്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. ഇതും ബെറ്റി ക്രോക്കറിന്റെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ്. ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടുവിൽ വരുന്ന സംഭവം ഓൾറെഡി ഇതിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഉണ്ടാക്കണം. പക്ഷെ നിങ്ങളുടെ സംഭവം എളുപ്പത്തിലായിക്കോട്ടെ പറഞ്ഞിട്ട് ഒരു കേക്ക് ബേക്ക് ചെയ്യുക. അത് ആറിക്കഴിഞ്ഞതിന് ശേഷം 2 ആക്കി ഡിവൈഡ് ചെയ്യുക. ഞങ്ങളിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. ആയിക്കോട്ടെ. ഈ സാധനം പറഞ്ഞിട്ടുണ്ടല്ലോ 1 2 3. നീ എന്നോട് എന്താ പറഞ്ഞു? 3 സ്റ്റെപ്പിൽ കേക്ക് ഉണ്ടാക്കാൻ ഈസി എന്ന് പറഞ്ഞു. 3 സ്റ്റെപ്സ്. അത് ഞാൻ ചെയ്യാം. 3 സ്റ്റെപ്സ്. അത് കഴിഞ്ഞിട്ട് വരുന്നത്, എന്നിട്ട് നിങ്ങൾ ഇതിനെ ബേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 2 ആക്കുന്നു. 2 ആക്കിയിട്ട് ഇത് തുറന്നിട്ട് ഈ ക്രീം അതിന്റെ മുകളിൽ തേക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മുകളിൽ ഇത് തേച്ചിട്ട് ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ആർഭാടായിക്കോട്ടെ. അത് ആ കേക്ക് വേൾഡ് വാർ അവസാനിപ്പിച്ചതാണെങ്കിൽ ഇവിടെ ഈ കേക്ക് കഴിയുമ്പോൾ യുദ്ധം തുടങ്ങും. ഓക്കെ, വായിച്ച് നോക്കി എന്താ വേണ്ടെന്നുള്ളതിനനുസരിച്ച് എല്ലാ സാമഗ്രികളും എടുത്തു വെക്കുക. ബോയ്സ് പറയൂ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രീഹീറ്റിന് മുമ്പ് ആദ്യം ബാറ്റർ ഒക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതൊക്കെ വേണം ആദ്യം. ആവശ്യം
ഓക്കെ, ആദ്യം ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് വേണ്ടേ? ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ ഉണ്ടല്ലോ. അല്ല, അത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. അതാണ് ഇൻഗ്രീഡിയൻറ്റ്. ഇവിടെ ഇത്രേ വേണ്ടൂ. ഒരു 1.25 കപ്പ് വാട്ടർ, 275 ml. ഒരു 80 ml, 1/4 കപ്പ് അല്ല 1/3, 1/4 കപ്പ് എന്നാ പറയുന്നത്, 1/3. ഒരു 30% ഓഫ് കപ്പ് വെജിറ്റബിൾ ഓയിൽ. വെജിറ്റബിൾ ഓയിൽ ഉണ്ടോ? അത് എന്ത് വെജിറ്റബിൾ ഓയിലാണ്? സാധാരണ കുക്കിംഗ്. ഓക്കെ, അപ്പോൾ വെള്ളം, ഓയില്, 3 മുട്ട. ഇത് 3 സാധനങ്ങളെ നമുക്കിപ്പോൾ വേണ്ടു ബേസിക്കലി. അത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് 1 റൗണ്ട് പാൻ, അത് അമ്മയുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യാം, അതാണ് സൗകര്യം. ഓക്കെ മനു, ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ, 80 ml കപ്പ്, വെജിറ്റബിൾ ഓയിൽ, മുട്ട, അത് 3 എടുത്തു. അത് മെഷർ ചെയ്യാനുള്ള സാധനങ്ങൾ അതിനല്ലേ അമ്മയുടെ യന്ത്ര സാമഗ്രികൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മളിന്ന് എല്ലാം യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓവൻ പ്രീഹീറ്റ് ചെയ്തല്ലോ. ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. കഴിഞ്ഞിട്ട് ചെയ്യാം. ഇവിടെ ആദ്യം സാധനങ്ങൾ എന്താണെന്ന് നോക്ക്. 275 അമ്മയുടെ കുറെ കപ്പുകളുണ്ട്. എന്താ കണ്ടോ? 250 ml. Add what? Add 25. It didn't got clean. Add 25 ഇല്ല, ml 30 ml ഉണ്ട്. അത് കുഴപ്പമില്ല. 5 ml കൂടുള്ളൂ. ശരി, കറക്റ്റ് ആയിട്ട് വെള്ളം കേട്ടോ. Okay. Acha, this is for flour by the way. അത് കുഴപ്പമില്ല. ഇതിൽ കറക്റ്റ് ഇത്ര എടുത്താൽ 250 ml ആയില്ലേ? Okay. പിന്നെ അതിൽ പാടില്ല. Hold it please. Now here's the other one. 30 ml 5 ml കുറവ്. അല്ല, അരി ഇഷ്ടം എടുക്കണ പോലെ എടുക്കണം. Okay. അരി വ്യത്യാശാലി. Now what's next? And then ഇതങ്ങട് സേവിക്കുക. vegetable oil. Vegetable oil. എത്രയാണ്? എത്ര ml ആണ് കിച്ചാ? 80 ml. ഓ ഭാഗ്യം, 80 ml കറക്റ്റ് ആയിട്ട് ഉണ്ട് ഇതിൽ. It has to be the. ഇതൊക്കെ എന്തെങ്കിലും റീസൺ ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഇവരിങ്ങനെ അല്ലേ? 80 ml അല്ലേ? ഇത് ഇതിലേക്ക് ഒഴിക്കാന്നാ പറയുന്നത്. Oh, aicholo. Hey, so when the thing falls, it's just. It's called viscosity. Oh wow, satisfying. Bubbles. ഓക്കെ, ഇത് കഴുകണം. എനിക്കിങ്ങനെ വൃത്തികേടായിട്ട് കഴിക്കണം ഇഷ്ടമല്ല. Okay. Then we need 3 eggs for that. 3 eggs. Can I crack it? എങ്ങനെ? I wish to. എങ്ങനെ? നീ ആകെ ഇവിടെ കൊളാക്കി. ഞാനെന്നെ എങ്ങനെയാ ക്രാക്ക് ചെയ്യണമെന്ന് അറിയാത്തത്. No, not like that. അത് പൊട്ടും. ഈ സൈഡിലൊക്കെ വീഴും കിച്ചനും. Oh boy. എവിടെയോ എന്തോ കുഴപ്പം പറ്റി. കിച്ചൻ വിട്ടോ. Rest in peace. അതാ പച്ചമുട്ട നക്കി. നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണ്ട. ചില ഷെഫ്സ്മാരൊക്കെ അങ്ങനെയാണ്. അമ്മോ. ഇത് 3 തൊട്ടു. ഇനി എന്തെങ്കിലും ചെയ്യാൻ വല്ലതും അറിയൂ? Okay, then beet cake mix. Is that in there? Is it? See, ഓക്കെ, ഒന്ന് കട്ടിക്കോ. ഇന്ന് പറയാം beet cake mix. ഞാൻ ഇപ്പൊ തുറന്നതേ ഉള്ളൂ. ഇതാണ് cake mix. ഇതാണ് കേക്ക് മിക്സ്. ഇത് മൊത്തത്തിൽ ഇടണോ ഇതില്? ബീറ്റ് ചെയ്തിട്ട്. ഓ ശരി, ഓക്കേ. Yeah, you need to put it and then mix it with that. Full. Put full. അത് വായിച്ചു നോക്കായിരുന്നു. ആണോ? ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ്. Yeah, beet cake mix ആണ് പറഞ്ഞിരിക്കുന്നത്. ബീറ്റ് കേക്ക് മിക്സ് ഓയിൽ ആൻഡ് വാട്ടർ ആൻഡ് എഗ്സ് ഇൻ. ഓക്കേ. One medium for on medium for 3 for 2. അല്ലേ, നീ അങ്ങനെ വായിച്ചു നോക്കാൻ വീണ്ടും പറയുമ്പോൾ അല്ല, വായിച്ചു നോക്കിയിട്ട് ചെയ്യൂ പറയാ. No, half item. ഞാൻ എന്തായാലും ഇടുകയാണ്. ഇതിന് എന്താ വില? കൊളായ ഞാനൊരു പുതിയ പാക്കറ്റ് വാങ്ങിച്ചു തരാം കേട്ടോ. ഇതിപ്പോ യുവാൻസ് റെയിൻബോ കേക്ക് അല്ലാണ്ട് തന്നെ ആവുന്നുണ്ട് പല കളറിൽ. അതൊക്കെ ഇട്ടു കേട്ടോ. ഇനി അതിട്. മനു, നീ എന്നെ കൺഫ്യൂഷൻ ആക്കണ്ട. ഇതിപ്പോ എല്ലാം കൂടി മുഖത്തേക്ക് അടിക്കുമ്പോ മാറ്റി. I guess you could mix it a little bit. ഇത് Stand back. കുറെ ദിവസമായി എനിക്കുള്ള ആഗ്രഹമാണ് ഈ സാധനം യൂസ് ചെയ്യണം എന്നുള്ളത്. You need to stand back. ഞാനിത് പൊളിക്കുന്നു. It needs plug. അതിൻ്റെ അത് വേണ്ടേ? അല്ലല്ല, അത് വേറെയാണ്. തരാം.
What is this? Choose-ഓ? ചൂസ് അല്ലടാ, രണ്ടും ഉപയോഗിക്കണം. ഞാനിപ്പോ ഇതിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ നിന്നതാണ്. അല്ല, രണ്ട് ഇതില് കണക്ട് ചെയ്യൂ, അങ്ങോട്ട് ഫിക്സ് ചെയ്യൂ നന്നായിട്ട്. Stand back. ടക്കുന്ന ശബ്ദം Stand വന്നോ? back എന്ന്. ഞാനെന്താ പടക്കത്തിനല്ലേ തിരി കൊടുത്തത്? ടക്കുന്ന ശബ്ദം വന്നോ? ഒരെണ്ണം വന്നു, അച്ഛനടുത്ത് രണ്ടാമത്തത് വരില്ല. വന്നു. Okay, just check, just one check നിക്ക് before. നിങ്ങൾ കുറച്ച് മാറിയുന്നോ? എന്താ കടട്ടാ വല്ലകി നെമ്മാറ വല്ലകി വേലയുടെ തൃപ്രയാറെ വഴിപാടുകളേ ഇത് കൊടുത്തിട്ട് ഓടില്ലേ? ഓൺ ചെയ്തു. Okay, put it on 2 itself. എന്റെ അമ്മോ, ആളിലേക്കൊക്കെ പോകും. അപ്പൊ എന്താ ടർബോ വർക്ക് ആവാത്തത്? Turbo and auto, just put it on 1, not maximum, okay? Now mix. You get ready to die. ചെയ്യൂ, തെറിക്കോട്ടൊക്കെ നീ കുറച്ചൊക്കെ നീ പതുക്കെ പോവൂ. ഇങ്ങനെയാ? Please. മക്കളെ നിങ്ങൾ അടുത്തത് പിടിച്ചു കൊടുക്ക്. ധൈര്യം വരണില്ല. എന്നെ ഒന്ന് പിടിച്ചോ, അച്ഛനെ പിടിച്ചോ. Put it at least. Oh, thank God. You are the best. എല്ലാം തീരുമാനമായി. എല്ലാം തീരുമാനമായി. ഇന്നിവിടെ യുദ്ധം തുടങ്ങുന്നു ഞാൻ പറഞ്ഞില്ലേ? എല്ലാവരും പോയി rest in peace. I think that's enough. No, 2 minutes. I think you're not position. Good 2 minutes. കേക്ക് ഉണ്ടാക്കിയതിന് ഭർത്താവിനെ ഭാര്യ അടിച്ചു കൊന്നു, അങ്ങനെ വരുന്നാളെ. കഴിക്കണു. ടൈം നോക്ക്. I think that's enough. No, 2 minutes ആയിട്ടില്ല. കടേട്ടാ എന്താണ്? ഞാൻ അങ്ങോട്ട് നോക്കിയാലേ ഇത് എന്നെ മുഖത്തിരിക്കും കേക്ക്. Just to check if there's any lumps. ഇതുപോലെ ഞാൻ സമാധാനിച്ച് എപ്പോഴറിയോ? ഡിഗ്രി പരീക്ഷ കഴിഞ്ഞപ്പോ. മിക്സ് ചെയ്യട്ടെ. അയ്യോ അതിലേക്കൊക്കെ ആക്കി. ഈ കുട്ടി പച്ചമാവ് കഴിക്കണോന്ന്. പച്ചമാവല്ലേ ഇത്? ദോശയില്ലല്ലോ, ഞാൻ കേക്കല്ലേ ഉണ്ടാക്കുന്നത്. മാവ് പറയാ. ഇതിൽ മൈദയല്ലേ? ആണോ? അതാ നാരായണ, ഇത് മൈദയല്ലേ? കേക്ക് മൈദയാണ്. Can I clean? അതാണ്. വെയിറ്റ്, നീ ഇപ്പൊ ക്ലീൻ ചെയ്യണ്ട പ്ലീസ്. Just do like this to check if there's any lump. ഒന്ന് കാണിക്ക്. Like this. And then just That's go how to Amma the side. does. And then go to the bottom and check. Acha, how Take do from you? the side. Is this your first time baking cake? Yes. What is this? ഇനി പ്രീ ഹീറ്റ് ചെയ്യണ്ടേ? ആ, ഇത് ഒഴിച്ച് ഉടനെ വെക്കണം അല്ലേ? അല്ല, ഒഴിച്ചിട്ട് പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞിട്ടേ വെക്കാൻ പറ്റും. ശരി, മാറി ഒഴിക്കട്ടെ. Alright, make sure you put butter and slightly hit it with flour. ബട്ടർ ഉണ്ടോ? ആ ഉണ്ട്. And make sure you. എടുത്തിട്ട് വാ. Acha, Butter. spoon എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഓരോരുത്തർ വല്ല ബിൽഡിംഗ് പണിക്ക് വരണ പോലെ എടുത്തിട്ട് വരുന്നുണ്ടോ? just എന്താണ് മനു പറയണ്ടത്? just make it first. Just take a little bit of butter ഓക്കെ. from it. Put it on the pan and just spread it out. Just lightly and apply the കൈ oil. കൊണ്ട് സ്പ്രെഡ് ചെയ്താൽ കുഴപ്പമില്ല, മാറി. അയ്യോ, എത്തുന്നില്ല. ഇതെല്ലാം greasy. ഇത് ഇങ്ങനെ തന്നെ ഗ്രീസ് ചെയ്യാ? ആണോ? Oh my gosh. എന്താ നീ ഇങ്ങനെ കഴിക്കുന്നത് കണ്ടിട്ടില്ലേ? That is a different way to put one butter. എന്നിട്ട് ബാക്കി വരുന്ന ബട്ടർ എന്ത് ചെയ്യും നമ്മള്? That's it. കണ്ണന് ബട്ടർ ഇഷ്ടമാണ്. അയ്യേ, അത് ഗുരുവായൂരപ്പനാണെന്നാ നല്ല വിചാരിച്ചത്. കണ്ണൻ. അത് വേണ്ട, ഇനി അത് മാറ്റി വെക്കാൻ. അത് വായിലിട്ടു. ശരി, എന്തിനാണ് ഒരു 2 കിലോ ബേക്കൊക്കെ എടുത്ത് ആകെ പൊടി വെതറാനോ?
let's just on the, after you make a tiny hole from it, just cut it like that. Okay. നീ പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ, ഇവരെന്തോ എക്സ്പെർട്ട് പോലെ സംസാരിക്കണം എന്നോട്. Okay. Yeah, Do not pour it. Just how mom like that. Okay. Just a little bit. Not a lot. അങ്ങോട്ട് വെതറാണല്ലേ? Okay. And then what do you say? What I don't. Like a sugar. Engane? Like a sugar spilling it. ഷുഗർ സ്പില്ലിംഗ്. No. Don't put more. Okay, just clap it. Yeah. അതാ. Thank you. നീ ക്ലാപ്പ് ചെയ്യാൻ പറഞ്ഞ അവൻ ക്ലാപ്പ് ചെയ്യും. You understand? Okay, enough. You've ruined it too bad. ഡസ്റ്റ് ചെയ്യൂ. ഇവിടെ ടെസ്റ്റിംഗ് ഉണ്ട്. അങ്ങനെയല്ല പൊന്ന, സൈഡിലൊക്കെ ആക്കിയോ ബട്ടർ? ഇവിടേക്ക് ആക്കണം. ആ എന്താ പോലെ കല്ല് പണിക്ക് പോണം. കുമ്മായം ഭൂഷണമാരി ഈ കുട്ടിക്ക് വയറ് വേനിക്കുമല്ലോ ദൈവമേ. നീ അവിടെ നിന്നിട്ട് ആ കേക്കിന്റെ രസം Okay, just check once again if it's ഒന്ന് soft. മിനിറ്റ്, ഇതൊന്നും അങ്ങോട്ട് മാറ്റി വെക്കും. Side-ലൊക്കെ butter ഇടുക. സൈഡിൽ ബട്ടർ ഇടണം. Side-ലൊക്കെ butter ഇടൂ. ഒന്ന് പിടി. Then only it will. ഒരു മിനിറ്റ്, ഈ ഒരു സംഭവം ശരിയാക്കി തന്നിട്ടില്ലെങ്കിൽ കേക്ക് പുറത്തേക്ക് വരില്ല. അത് പറ്റില്ല. കേക്ക് വന്നിട്ടില്ലെങ്കിൽ കേക്ക് ബീൻസ് കളയും. അതാണ് നമ്മുടെ That's a sweet style. നോ വേ ഐ അലൗ എനിവൺ any third party. That's a sweet style. Okay, വീണ്ടും ഞാൻ കയ്യിൽ നിന്ന് എടുക്കുന്നു. എന്നിട്ട് ആ ചന്ദനം തൊടണ പോലെ തൊടാണ്ട കൈകൊണ്ട് അങ്ങോട്ട് ആക്കുമ. അതും ശരിയാണല്ലോ. ഞാൻ എന്തിനിങ്ങനെ കുറേശ്ശെ പൂഷണം എന്ന് പറയണല്ലേ? ഭസ്മം പൂഷണ പോലെ ബട്ടർ പൂശുക. കണ്ടോ ആ ഒരു ഫ്ലോ വരുന്ന അപ്പോഴാണ് കൈ കൊണ്ട് ചെയ്യുമ്പോഴേ. ഇനി എന്നിട്ട് അവിടെ സൈഡിക്കൊക്കെ ഈ ഫ്ലവർ പോട്ടെ. That's a ഈ കല്ല് പണിക്ക് സിമെന്റ് ഇങ്ങനെ എറിയില്ലേ? Put the flour. അങ്ങനെ. Acha. You know how to put the sugar? ഹൊയ് ഹൊയ് Like ഹൊയ് this. ഹൊയ് 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 Yeah. ശബ്ദം മാത്രമേ വരുള്ളൂ. ഹൊയ് 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 ഹൊയ്. Roll it. Like a ball. Like you're throwing the ball. എന്ത്? Yeah. Yeah. Just add it. Safe, my friend. Ini tattu. Yeah, do it. Tattikolu. കിച്ചു നീ എന്താ കാണിക്കുന്നു? ഇവന് വെച്ചിട്ടുണ്ട് വേണം ചോറ് കൊടുക്ക്. ഇത് തട്ടു. ഇത്ര നേരം ചെയ്തത് പിന്നെ എന്താ കൊട്ടിയതാണ്? അല്ല തട്ടു. ആ അങ്ങനെ Spread it out. സ്പ്രെഡ് ഔട്ട്. കണ്ണേട്ടൻ ആടുകല്ല, അത് ഇളക്കൂ. Spread it out. നീ സ്പ്രെഡ് വലിയ എടാ ഇങ്ങനെ നിന്ന് കഥാപ്രസംഗം നടത്താണ്ട്. സൈഡൊക്കെ പോട്ടെ. ഇപ്പൊ താഴത്തത് ഡസ്റ്റ് ആയില്ലേ, അതുപോലെ സൈഡും ഡസ്റ്റ് ആവണം വെള്ള കളറില്. ഈ സൈഡോ? ആ അപ്പൊ ഞാനേ ഇതിനടുത്ത് ഇപ്പൊ ശരിയായി തരാം. ഓക്കെ ശരി. Ade. Did you just do that? അമ്മടൊക്കെ ഫോണിലൊക്കെയാണ് വരുന്നത്. ശരി, ഇത് പൊഴിക്കണോ ഒഴിക്കണ്ടേ? അതല്ല എന്താ കണ്ണേട്ടാ, ഇതിപ്പോ ഫ്രണ്ട്സ് സിനിമയിലേ ഇതേ അത് മനു ഈ കേക്കുകാരനെ ഇത് ഒരു മിനിറ്റ് ഒഴിക്കണോ? കണ്ണേട്ടാ അതില് ജാസ്തിയാണ്, മൂത്രമൊഴിക്കാൻ പോകുന്നു. അത് ജാസ്തിയാണമ്മ, അത് കൊട്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ബോളില് ആട്ട എടുത്തിട്ട് വരെ ഒരു എന്താമാതൊരു അക്രമാണ്. ഇവനെന്താ മൈദ തിന്നണ ഈശ്വര. ഈ കുട്ടിക്കെന്താ പോയി കൈ കഴിട്ട് വാ. ഒരു ബ്രേക്ക് ഒന്ന് കണ്ണേട്ടനല്ല ഈ ഒരു നിലയില് താങ്കൾക്ക് എന്താണ് എന്തിനെ എന്നെ കുറിച്ച് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? അല്ലല്ല, എന്ത് ചെയ്യുമ്പോഴും കണ്ണേട്ട സോഫയിലാവും. എന്ത് ചെയ്യുമ്പോഴുണ്ടല്ലോ അതിന്റെ ഒരു രസത്തിന് ചെയ്യണം. ഇതോ അറിഞ്ഞു ചെയ്യണം. ഇതാണ് രസം. ഞാൻ ഇപ്പൊ ഈ സാധനം ഇവിടെ പൊട്ടിയ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? മാറി ഞാൻ ശരി. മുഖമൊക്കെ കഴുകി കൈയും കാലം മുഖമൊക്കെ കഴുകി ആദ്യമായിട്ടാണ് കേക്കിന് കേക്ക് എത്രയും ചെയ്ത സ്ഥിതിക്ക് ഇനി നാമം ചൊല്ല. Next one, the pork എന്തായാലും cake. ഇനിയിപ്പോ ഇവിടെ ആയില്ലേ? Pour that whole mix, not spoon by അവര് spoon. ദേഷ്യം Just വരാൻ തുടങ്ങി. pour that spoon into the goddamn pan. നീ എന്റെ കൈയാളായിട്ടാണ് വന്നിരിക്കണേ.
It only needs to go half, by the way, because then it will rise up to the top. ആണോ? ഓ അത് ശരി, അതുകൊണ്ടാണല്ലേ ഇതിനെ പകുതി നിറയ്ക്കണം. ഞാൻ എപ്പോഴും വിചാരിച്ചു കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നിറച്ചു വിടായിരുന്നു. Okay, that should be enough then. ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഞാൻ ഇന്ന് മുതൽ എന്നും ബഹുമാനത്തോടെ നോക്കട്ടോ. ഇപ്പൊ ഇത് പോയി, അതാ മെഷീനിലായി. അതൊക്കെ കഴുക. ഇനി ഇവിടെ ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എന്താ ഇവിടെ കിടന്നുറങ്ങാൻ പോണ്? അതല്ല, ഇതിപ്പോ മിക്സ് കിട്ടിയിട്ട് അല്ലാത്ത ഉണ്ടാക്കണവരല്ല, ഞാൻ ഉണ്ടാക്കാറില്ല. നാളെ മുതൽ എവിടെങ്കിലും ബേക്കറി പോയിട്ട് കേക്കിനെ കണ്ട ഞാൻ ഒന്ന് തൊഴും. ഒരു ബഹുമാനം കൊണ്ടേ ഒന്നും ഇളക്കാൻ പാടില്ല, ഇളക്കാൻ പാടില്ല. ഇനിയിപ്പോ എവിടേക്കാ പോണേ? പ്രീ ഹീറ്റ് ചെയ്യണ്ടേ? അതിന്റെ മുകളിൽ കൊണ്ടുവച്ച് പ്രീ ഹീറ്റ് വേണ്ട. അയ്യേ, അപ്പൊ താഴെ ബേക്ക് ആവില്ലേ? അതല്ല, ഓവന്റെ മുകളിൽ കൊണ്ടുപോയി ഓവൻ പ്രീ ഹീറ്റ് ആക്കട്ടെ. എത്ര ഡിഗ്രിയാണ് കാണുന്നില്ലേ? ഓക്കെ, 180. കുത്തിയോ? ഇല്ല, കുത്തി. ആ അത് കുത്തിണ്ട്. And how do you preheat? മൈക്രോ ഇത് ഞാനൊന്ന് ചെയ്യട്ടെ. ഓക്കെ, No. 180 പ്രീ ഹീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞാൽ പീ പീ പീന്ന് ശബ്ദം വരും. അപ്പൊ ഇത് തുറന്നിട്ട് അതിനെ ഉള്ളിൽ വെക്കുക. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് കേക്ക് ഫുള്ളായിട്ട് പൊന്തിയിട്ട് നിങ്ങൾ ഇടയിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം, ഒരു ടൂത്ത് പിക്ക് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട്. അപ്പൊ ഇതാക്കാം. അത് ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം, ഒരു മേ ബി ഒരു 5 to 10 minutes. കുട്ടി ചോറുണ്ണാ കുട്ടി അപ്പോഴേക്കും ഇങ്ങോട്ട് വരും. നീ അതാവട്ടെ. ഏട്ടാ എന്നെ വൃത്തിയാക്കട്ടെ. ഈ ഒരു 3 ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടുള്ള കേക്കിനാണ് ഇപ്പൊ ഈ അംഗം. This is what you get. അതല്ല, നീ മുഖം കഴുകിയതാണ്. സൈഡിൽ നോക്ക്. This is what you get. നിന്റെ സൈഡിലേ പൊറോട്ട ഉണ്ടാക്കാത്തോ? എടാ നീ എന്താ കാണിക്കണേ? ഊത് ഒക്കെ വൃത്തിയാക്കി പിള്ളേരെ. എന്റെ ഇത് മുഴുവൻ അങ്ങോട്ട് നാശാക്കിട്ടെ. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരിക്കണേ? വേൾഡ് വാർ. അച്ഛനും മക്കളും ഒരു കേക്ക് കൊണ്ട് വേൾഡ് വാർ 2 അവസാനിച്ചു, വേറെ കേക്ക് കൊണ്ട് വേൾഡ് വാർ 3 തുടങ്ങി. ആ ടിഷ്യൂ ഇങ്ങോട്ട് തായോ. നീ എന്താ നീ കാണിച്ചോണ്ടിരിക്കുന്നത്? ഇത് മുഴുവൻ തിന്നെ കൂട്ടി. ശരി, ഇത് എവിടുന്ന് തുടങ്ങാന്ന് അറിയില്ല. ആ മനു, നീ എത്ര ടിഷ്യൂ കളയും കുട്ടി? ഈ ടിഷ്യൂ കൊണ്ടൊന്നും അവസാനിക്കില്ല. ആദ്യം ഇതൊക്കെ വൃത്തിയാക്കണമെങ്കിൽ കുറച്ച് സമയമാണ്. ഡിസാസ്റ്റർന്ന് ഒരുത്തൻ എണീറ്റിട്ടുണ്ട്. അവനെ കൊണ്ടുപോയിട്ട് റൂമിലിട, ഇല്ലെങ്കിൽ അവൻ കേറി മറിയും. നോ കിച്ചു, മനു അങ്ങനെ അവിടെ വെക്കല്ലേ, അതിനെ തട്ടിക്കൊണ്ട് വെക്കൂ. ഇതാ പ്രീ ഹീറ്റ് ആയി. അതാ ബ്ലിങ്ക് ആവണ കണ്ടോ? തുറക്കൂ. ഓഫ് ചെയ്യണ്ടേ? ഇല്ല, ഓഫ് ചെയ്യാൻ പാടില്ല. അത് പ്രീ ഹീറ്റ് ആയി നിൽക്കല്ലേ, നല്ല ചൂടുണ്ടാവും. ആ പതുക്കെ വെക്കും. പോട്ടെ അങ്ങോട്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. അടച്ചിട്ട് ഓൺ ചെയ്യൂ. സ്റ്റാർട്ട്. 40 or 45 minutes. Now it will spin. 180 മിനിറ്റോ അല്ല, 180 ഡിഗ്രിയില് എത്ര മിനിറ്റ് ആണ് പേപ്പറിൽ അതിന്റെ ബാക്കിൽ പറഞ്ഞിരിക്കുന്നത്? പക്ഷെ ഈച്ച് ഓവൻ ഡിപ്പെൻസ്. 45 മിനിറ്റ്സിൽ റെഡി ആവണം. പക്ഷെ ഈച്ച് ഓവൻ ടേക്സ് ഇറ്റ്സ് ഓൺ ടൈം. ഒരു 1 hour വെക്കണം. So what you മറ്റേ മെഷീനോടെ take your thing. എല്ലാം ഈ പൂച്ചയെ വിശ്വസിച്ചിട്ടാണ്. എത്ര നേരമാണ്? 40 or 45 minutes. 40 to 45 minutes. Okay, ഞാൻ 45 minutes വെക്കുന്നുണ്ട്. Okay. And then after 45 minutes, insert a toothpick in there and see if it comes. Toothpick ഇല്ലെങ്കിൽ എൻ്റെ കേക്ക് നന്നാവില്ല. അത് ആദ്യം അച്ഛനും മക്കളും അങ്ങോട്ട് വൃത്തിയാക്കിക്ക, എന്നിട്ട് സംസാരിച്ചാ മതി. Come on everybody. Come on. അച്ഛാ ദാ നോക്കൂ. ഒരു കേക്ക് ബേക്കായി പൊന്തിയതിനാണ് ഇത്ര. അടുത്തോട്ടെ. ചെറുതായിട്ട് ഒരു ക്രാക്ക് ആയിട്ട് വലുത്. അല്ല, ഇനി ഇതിന്റെ മുകളിൽ പൊന്തി അതെല്ലാം പൊട്ടിപ്പോയി മുകളിലേക്ക്. ഈ പൊന്തിയ പോലെ നിക്കണം, താഴെ. ഇനി പൊന്തില്ലേ മുകളിലേക്ക്?
അറിയില്ല അമ്മ. ഇതിപ്പോ എല്ലാം റോക്കറ്റ് ലോഞ്ചിൽ നിൽക്കണ പോലെ മുകളിലേക്ക് ഒന്നും ഓൾറെഡി. അതെ, ഇനിയിപ്പൊ താഴാതിരിക്കണം. താഴ്ന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി പൊന്താണ്ടിരുന്നാ മതി. സൈഡിലൊക്കെ ഇങ്ങനെ ക്രാക്ക് പോലെ. ഒന്നും വരാൻ പാടില്ല, സാരില്ല, പോട്ടെ. നമുക്ക് ആ മറ്റേത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് വെച്ചിട്ട്? ആ ഫില്ലിങ് ഇതന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റ പാടെ എനിക്കറിയുള്ളൂ. എന്തായാലും ഒരു ജാതി പൊന്തല് പൊന്തിയിട്ടുണ്ട്. എന്താകട്ടെ, വല്ല ചെമ്മരിയാട് മേടിക്കാൻ നിക്കണമാരി ഇരിക്കണമാരി. ഞാൻ ഇതിന്റെ ഉള്ളിൽ വെച്ചത് കേക്കല്ലേ? അതെ, അഗ്നിപർവ്വതമൊന്നല്ല. എനിക്ക് ഒരു മൗണ്ട് ഫൂജിയൊക്കെ കണ്ട ഓർമ്മ വരുന്നു. ഇതിന്റെ ഉള്ളിൽ നിന്ന് ലാവ വരുമോ? മുകളിലൊക്കെ പൊട്ടി. പിള്ളേർക്ക് വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കണ്ട കേട്ടോ. അവർക്ക് അല്ലെങ്കിലും പ്രതീക്ഷ ഞാനായിട്ട് ഇനി കൊടുക്കാണ്ടേ. ഞാൻ വേണമെങ്കിൽ ഞാൻ സ്പിന്നീസ് ഒരു കേക്ക് വാങ്ങിട്ട് വരാം. സ്പിന്നീസ് ഒരു കേക്ക് വാങ്ങിട്ട് വരാം, ഒരു ബലത്തിന്. ഇത് എന്തായാലും പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കൊന്നും ഇല്ലമ്മ. നോക്ക്, മോൾ ഭാഗമൊക്കെ വല്ല അഗ്നിപർവ്വതം പോലെ നിൽക്കണത്. അവനോൻ ഉണ്ടാക്കിയ കേക്കിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടോ? ഇതാണ് ഫസ്റ്റ് ബേക്കിംഗ് എക്സ്പീരിയൻസ്. ശരി, മൗണ്ട് ഫൂജി കേക്ക് അങ്ങനെ ഇട്ടോട്ടോ പേര്. വേണ്ട വേണ്ട, അതെ, ആയോ നോക്കൂ. എപ്പോ ഇങ്ങനെ തൊട്ട് നോക്കാണ് ഇപ്പൊ പോയിട്ട്? അല്ല, മറ്റേ ഇതില് ഒരു കോല് കുത്തു. അതെയോ? കോല് അമ്മോ, കോല് വെള്ളത്തിലാക്കി, വെള്ളം നനയ്ക്കൂ. ആ, നന്നായിട്ട് എന്നിട്ട് പതുക്കെ കേട്ടോ തുറക്കണത്. 190 ഇപ്പൊ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഓക്കെ. ഓഫ് ചെയ്യട്ടെ? ഓഫ് ചെയ്യണ്ട, ഓഫ് ചെയ്യണ്ടാക്ക്. ആ, തുറക്കൂ, അപ്പൊ അത് നിക്കും. ഇത് കുത്തിയപ്പോ പൊട്ടും തോന്നുന്നുണ്ട്. ആ, നടുവില് കുത്തണം. ഇവിടെയോ? ആ, അതിനെ ആദ്യം നീക്കും ഇങ്ങോട്ടേക്ക്. അതൊന്നും പറ്റില്ല. നീ എവിടേക്കാ ഇത് ടിഷ്യൂ ഒക്കെ എടുക്കും? ടിഷ്യൂ കത്തിപ്പിടിക്കും. ഒന്നും വേണ്ടാണ്ടിരിക്കെ കണ്ണേട്ട, പേടിപ്പിക്കാതെ. ആ, നടുവിലൊന്നും ആയിട്ടില്ല അമ്മ. ഇനിയും നോക്കട്ടെ. പുളുക്കോ പുളുക്കോ. അതാ, ഇത് ലാവ തന്നെ, അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലത്തെ ലാവ. അതിന് മാറങ്ങോട്ട് കുത്തിനീക്കി വെക്കും. നിൽക്കുമ്പ നമുക്ക് 200 പിടിക്കാം. 150 ഒന്നും നടക്കുന്നില്ല. അല്ല, 200 പിടിച്ചു കഴിഞ്ഞാൽ അവസാനം ഈ സാധനം പൊട്ടിത്തെറിക്കും. ഇല്ലില്ല, നമുക്ക് ഇത് ഇൻക്രീസ് ചെയ്യാം. ഇനി അത് പ്രീ ഹീറ്റ് ആയിട്ട് സ്വയം ആയിക്കോട്ടെ. ഉള്ളില് പോകില്ല, അതൊന്നും നക്കരുത്, പച്ചമാവാണ്. ഇനി അതന്നെ ഇട്ടിട്ട് കുത്താൻ പോണ. ഇത് കഴുകുമല്ലോ, ഇത് ലാവയല്ലേ. കഷ്ട. അപ്പോ അങ്ങനെ നമ്മുടെ വോൾക്കാനോ റെഡി ആയിരിക്കും. കുത്തു. If it comes out clean. കണ്ടാ? ക്ലീൻ ആക്കി വന്നോ? ഓക്കേ, മതി. എന്തായാലും ഇനി പതുക്കെ എടുക്കണം. എടുക്കാം. ഇനി നിങ്ങൾ കൈയൊന്നും പൊള്ളിക്കാണ്ട് ഞാൻ എടുത്തു തരാം. ഓക്കെ. അയ്യോ, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇത് നാട്ടിയിട്ട് ശരിക്കും വന്നാ ഞാൻ ഇതിന്റെ അറ്റത്തൊരു കൊടിയും കൂടി വെക്കും. നോക്ക് മനോ, എന്ത് നോക്കണം. ഇറങ്ങണു. ഫുള്ളായിട്ട് ഇറങ്ങി. എന്താ പുകയൊക്കെ വരുന്നു. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ശരി, തണുക്കട്ടെ. ഓക്കെ. മറ്റേ ഇതിലേ ആ സോൾട്ട് ആൻഡ് പേപ്പറിലേ അവള് കേക്ക് ഇങ്ങനെ First move this thing to there. ഇവിടേക്ക് വെക്കണം. Then unfold this lever. അതാണ് നല്ലത് അല്ലേ? Unfold this lever and now lift up your cake. ശരി, ഇങ്ങനെയാണ് നന്നായി. ഞാൻ ഇത് ഒരു മിനിറ്റ് ലൂസ് ആക്കട്ടെ. Lift it up. Just Lift it up. ഇതിന് പറ്റിയ പേരെന്തറിയോ? അഗ്നിപർവ്വതം പുകഞ്ഞു. മറ്റേ പാട്ടല്ല. നീയല്ലേ എല്ലാം അറിയുന്ന ആള്. നിക്ക്, ഇത് തുറക്കാൻ പറ്റും? അത് പുറത്തേക്ക് എടുക്കാൻ പറ്റും? ഇല്ലല്ലേ? just take it out. Just take it out, Acha. What's the big deal? കിച്ചാലല്ലോ ഇവിടെ ഒട്ടിയിരിക്കണ ഈ സൈഡേ. 1 മിനിറ്റ് ഒന്ന് കുത്തി അളക്കട്ടെ ഈ സൈഡ്. ഒന്ന് വിടിച്ചു വിടണം. And now take it out. രണ്ടാമത്തെ വലിയ ഉണ്ടോ? സത്യം പറയും, ഇത് മുകളിലേക്കാണോ എടുക്കുക, ഇത് അടിയിൽ നിന്ന് മുകളിലേക്കാണോ എടുക്കുക? നോക്ക്, ഇതാണ് ബെസ്റ്റ്.
അപ്പൊ മോളിക്ക് അപ്പൊ ഈ സാധനം എങ്ങനെ മാറ്റും? ഇനി ഒന്നുമില്ല, ഇനി അത് കഴിക്കുക. അല്ലല്ല മറ്റേത് തേക്കണ്ടേ? എന്റെ 2 കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഒരാള് ഒരു ദിവസം എത്ര പ്രാവശ്യം കുളിക്കും? ഇത് 2 ആക്ക്. ഇതെന്തത്? ഇതിന്റെ അവിടെയൊക്കെ കാണുന്നു. ഐ കളിയാക്കരുത്. Don't be so rude, Manu. ഇനി 2 ആക്കൂ. Now this time put 2 ആക്കുമാ. ഞാൻ പിന്നെ എന്താക്കണേ? put the Becky chocolate. ഇത് 2 ആക്കണെങ്കിലേ ഇതിനൊരു അറ്റ അറിയണം എവിടെയെങ്കിലും. Cut along the crack then. പക്ഷെ ഒന്നും ഒറ്റ കട്ടില് വെട്ടിലാണ് വെട്ടില് വെട്ടാൻ ഞാൻ എന്താണ് എനിക്ക് ഇറച്ചി വെട്ടാണ് പണി. അയ്യോ സൈഡിൽ നിന്നൊക്കെ തെറിക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ല ആ ഓക്കെ. നീ ഇത് വെക്കാൻ ഒരു വേറെ പ്ലേറ്റ് വേണം. മനു ഗെറ്റ് മീ എ പ്ലേറ്റ്. ഇങ്ങനെ മുകളിൽ താങ്ങും. ഇങ്ങനെ മുകളിൽ നീ നല്ല താങ്ങുണ്ട്. മനു ഒരു പ്ലേറ്റ് എടുത്തിട്ട് വരൂ പ്ലീസ്. മുകളിൽ താങ്ങും ഇങ്ങനെ. ഇതൊരു മോഹൻലാൽ കേക്കായി നീ പറഞ്ഞ പോലെ. ഇങ്ങനെ ഇനി മറ്റേത് എടുക്ക. കിച്ചോ ഇടയിൽ എടുത്ത് കഴിക്കരുത്, ടേസ്റ്റ് ഉള്ള കേക്കാണ്. ഞാനൊരു പീസ് അതെടുത്തോ, കാരണം അവിടെ ഷേപ്പില്ല. ഞാൻ എടുത്തു തരാം. അധികം നിൽക്കണ കേക്കിന്റെ ഭാഗങ്ങൾ പീസ്. സൂപ്പർ ആയിട്ട് കിച്ചോ അതെടുക്കരുത്. ഇത് മെയിൻ ആണ്, ഇത് ക്രൗൺ ആണ്. സൂപ്പർ ആയിട്ട് പ്രസാദം എല്ലാരും കുറേശ്ശെ കഴിച്ചിട്ട് ദൈവത്തിനെ വിചാരിച്ചിട്ട് പോയിക്കോളി. സൂപ്പർ ആയിട്ട് കനറ്റിന് അറിയാത്തോണ്ടാണ്. ശരി, ഇനി ഈ സാധനം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണു? You need to pour it into the cake. Yeah, take it, yeah, and then just apply it. Take like an ice cream scoop and then apply it like a butter. Just put it and then use the other side. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള കേക്ക് പുറത്തേക്ക് വരുമല്ലോ. Just imagine you're applying നന്നായി എടുക്കേണ്ടി വരും അല്ലേ? Just imagine you're applying a butter. എനിക്ക് ഈ സാധനം ഇട്ടിട്ട് സാധനം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് അല്ലാണ്ട് ഇഷ്ടം. ഞാൻ എപ്പോഴേ പറഞ്ഞുതരാം. നന്നായിട്ട് കനട്ട അത് അങ്ങനെ ഇടൂ. ഇടാല്ലേ? ഫുള്ളായിട്ട് ഇടുകയല്ല, മുകളിലും തേക്കണ്ടേ. മതി. ഇനി ഇതിലാക്കൂ. ഇതില് കത്തിയില്ല. Oh yeah, you're right. Then you can evenly spread it. അത് വീണ്ടും അതിൽ തന്നെ ആക്കി. അതാണ് നല്ലത്. അല്ല ഞാൻ എടുത്തോളാം. എനിക്കിങ്ങനെ നല്ല ഇതുണ്ടേ. നീ പോളിടെക്നിക്കിൽ പഠിച്ചിട്ടില്ലല്ലോ? പോളിടെക്നിക്കിൽ പഠിച്ച ആളുടെ കേക്ക് ഇടുപോലെ താമരശ്ശേരി ചോരം പോലെ നിങ്ങള്. ഞാനും പഠിച്ചിട്ടില്ല. But taste is awesome. കിണാവല്ലൂര് നിന്നാലേ ആ പാലത്തിന്റെ അവിടെ നിന്നാ ഇങ്ങനെ കാണാം ഒരു മല. അതാണ് ഞാൻ പറഞ്ഞ ആ കേക്കിന്റെ അതുകൊണ്ട് ചെയ്യൂന്ന്. കണ്ടോ സ്മൂത്ത് ആയവണ്ണ. പിന്നെ നീ എന്തിനാ അത് എടുക്കണ്ടേ? കൺഫ്യൂസ് ചെയ്യാൻ. And then why did you didn't do that to the butter? ശരിയാണല്ലോ. We should have known that. Yeah. ഓക്കെ, ഇനി മറ്റേത് വെക്കൂ. ക്ഷമയുണ്ടോ അത് നിങ്ങക്ക്? ക്ഷമടല്ല, ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടോന്നുണ്ടെങ്കിൽ മുകളിൽ ചുറ്റി വട്ടാരത്തൊക്കെ ഇനി വരണ്ടേ. എനിക്കൊരു എല്ലാത്തിനും ഒരു ഭംഗി വേണം. ഇതാണ് ഇനിയിപ്പോ. അയ്യോ It's fine. No, it's not fine. It will just get stick. ഇനി അത് സൈഡിലൊക്കെ പൂശു. We are chess assistants. Yeah. Thank you. തിരിച്ചു വെക്കൂ. അപ്പൊ പ്ലെയിൻ ഭാഗം മുകളിൽ കിട്ടും. ഇങ്ങനെയോ? ഓ അതെനിക്കറിയില്ല കേട്ടോ. അതേമ്പി അത് നീ കലക്കിയിട്ടാണ്. ഇപ്പൊ നിന്നോട് കുറച്ച് ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. അത് ഇതിന്റെ അടിപൊളിയും പൊട്ടി. അപ്പൊ എന്നിട്ട് അത് തേക്കാൻ എളുപ്പമുണ്ടാവും. ഇനി ഇതങ്ങോട്ട് എടുത്ത് scoop it and then put it in the shotgun. എന്നിട്ട് കത്തിയുണ്ട് നമ്മൾ. എന്നിട്ട് ജോവാൻ ആ കേക്കും കെട്ടിവെച്ചു. എന്നിട്ട് അവസാനം ആൽബർട്ട് വന്നു. അപ്പോൾ അവർ പാടി
അഗ്നിപർവ്വതം പുകയോ. സൈഡിലൊക്കെ തേക്കൂ. Nice. എന്താ അമ്മ പരക്കാത്ത? അതെ പരക്കില്ല, അതല്ലേ ഞാൻ കുറെ നേരം. പരത്തൂ. കേക്ക് കേടി പറ്റിയ എന്റെ സ്വഭാവം മാറുന്നു. ഇങ്ങനെയല്ലേ പരത്തൂ. ഇതാ പരത്തൂ. കണ്ടോ ഈവണായത് എത്ര വേഗം കൊണ്ട്. ഇനി ഇതൊന്ന് എടുക്കൂ, എന്നിട്ട് സൈഡിലേക്കൊക്കെ പോട്ടെ. തേച്ചവിടെ തന്നെ തേച്ചോണ്ട് നിക്കാണ്ട് പരത്തുണ്ണിയെ. സൈഡിൽ പോട്ടെ, സൈഡില്. ഇതിവിടെയൊക്കെ ഇങ്ങനെ വെണ്ട് വന്നിരിക്കല്ലേ സൈഡ്. ഇതാണ് ഫില്ല് ചെയ്യേണ്ടത്. സൈഡൊക്കെ ഫില്ല് ചെയ്യൂ. ആദ്യം അതില് തേക്കമ്മ. ഈ കയ്യും കാലും വരാത്ത പോലെ. അങ്ങനെയല്ല ഏട്ടെ. അതെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പാടില്ല. ഏട്ടെ സൈഡിന്ന് പൂശേട്ടെ. അങ്ങനെ പോട്ടെ. എന്റെ ഏഷ്യൻ പെയിന്റ്സിന്റെ എക്സ്പീരിയൻസ് വേണം. സൈഡിന്ന് പൂശി പോവും. കുഞ്ച ഇങ്ങനെ പോട്ടെ കുഞ്ച. പറ്റില്ല, എങ്ങനെ പോണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഇത് വല്ല വീട് കെട്ടാൻ അസ്ഥിവാരട്ടോ ഇതുപോലെ. അല്ലല്ല, കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോ ഭൂകമ്പം വന്ന പോലെ. It's so invisible. കിച്ചോ നിനക്ക് ഇഷ്ടായില്ല ഇത്? Let me taste. അപ്പോ I thought you really meant. അപ്പൊ എന്റെ എന്തായാലും ഒരു ഗുളിയും കൂടി ഉറപ്പായി. Too much cavities on there. Too much cavities. As if you never ate one ഇനി ഇവിടേക്കാ. chocolate. You don't eat cavity cakes, okay? ഓക്കെ, ഇനി വിപ്പിംഗ് ക്രീം, Decorate. തണുത്ത പാൽ. എത്ര പാൽ എടുക്കണം? മതിയോ? ഇത് ഫുൾ പാക്കറ്റ് എടുത്തേ. ഇട്ടോളൂ. മനു പാല് കൊണ്ട് ഫ്രിഡ്ജിൽ. നേരത്തെ ഒരു പൊടിയിട്ട് എൻ്റെ ഇത് അടിച്ചോണ്ടിടണോ? അല്ലല്ല, ഇട്ടിട്ട്. അതിൽ പഞ്ചസാര ഓൾറെഡി ഉണ്ട്. പഞ്ചസാരയൊന്നും വേണ്ട. ഇനി അത് അടിക്കൂ. ടർബോ വർക്കാവാത്തതാണ്. ടർബോ വർക്കാവും. പതുക്കെ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ വിടുമ്പോൾ അത് സോഫ്റ്റ് പീക്കാണ്. കണ്ടോ? ആ പീക്ക് ഇങ്ങനെ വീഴണ കണ്ടോ? ഇനി അത് വീഴാൻ പാടില്ല. ഇറ്റ് ഷുഡ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. ഇനി പോട്ടെ അങ്ങോട്ട്. ഇതിപ്പോ ഇതന്നെ ഒരു ഡിസൈൻ ആയല്ലോ. ഇനി പതുക്കെ എടുത്തു നോക്കും. എടുക്കാൻ കിട്ടണില്ല കേട്ടോ, ഭയങ്കര പീക്കായി. മൗണ്ട് കിളിമഞ്ചാരോ പോലെ നിൽക്കണമല്ലോ. മൗണ്ട് കിളിമഞ്ചാരോ അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. ഹാർഡ് പീക്കായോ? സ്റ്റിൽ സോഫ്റ്റ്. ഒരു സെമി ഹാർഡ് പീക്ക്. സ്റ്റിൽ സോഫ്റ്റ് ആണ്. ഇനി അടിയട്ടെ. ഇനി ഫ്രിഡ്ജിൽ വെക്കൂ. കുഴപ്പമില്ല. ഈ സാധനം ആ സാധനം എടുക്കൂ. ഇവൻ ഇങ്ങനെ ഇടയിൽ വന്ന് നക്കി തിന്നണ തന്നെ പണി. മതി. Acha, so first you add the cream in here because you see the hole. Don't come in there. Then you hold this part. Every cream will come here. You hold this part and come here, and then you just swing it around until the cream will just pop up and come in the cake. അപ്പൊ വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്യണ്ടല്ലോ ഫുള്ളായിട്ട്. ആണോ? വേണ്ട. You need to get the cream inside this hole. ശരി, ഇതിൽ ഏത് ഡിസൈൻ ആണ് വേണ്ടത്? ആദ്യം ഇട്ടിരിക്കണത് ഏതാ? സ്റ്റാർ നോസിലാ? അങ്ങനെയൊക്കെ ഉണ്ടോ? സ്റ്റാർ നോസിലാ. Acha. White sala. അതെ, ആദ്യം അതിലേക്ക് ഇടൂ. ആ തണുപ്പ് പോണ്ട വിപ്പിംഗ് ക്രീമിന്റെ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. Write the name Sala for you. ഒന്ന് പഠിക്കുക. This cake is for Sala. എത്ര പേര് ഒരു കേക്ക് ഉണ്ടാക്കും. കണ്ണേട്ടാ പറ നിറയ്ക്കണ മാതിരി നിറയ്ക്കാണ്ട്. കിച്ചാപ്പൂ, I repeat, do not squeeze. കിച്ചാപ്പൂ. I'm not squeezing, I'm holding. ഒന്ന് വിട്ട് വിട്. നീ നിന്റെ ഉപദേശം മതി, ഹെൽപ്പ് വേണ്ട. But squishing help. ആദ്യം ഏത് രീതി നോസില്? ഇനി താഴ്ത്തിക്കൂ. അങ്ങനെ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട്. താഴ്ത്തിക്ക് വരുന്നുണ്ട് കണ്ടോ? അല്ലല്ല, താഴ്ത്തിക്ക് ആക്കൂ.
വീണ്ടും ഞാൻ കുളിക്കുന്നു. That because you put too much. ആ ഇനി Now you And then you squish. ഏത് ഡിസൈനാ വരണേന്ന് നോക്കൂ. ഇവിടെ നോക്കൂ. എവിടെ? ആ അവിടെ പീച്ചി ഒന്ന് നോക്കൂ. ആ കണ്ടോ അത് സ്റ്റാർ ആണ് വരുന്നത്. ആ സ്റ്റാർ ആണ് വരുന്നത്. Which one do you like to Okay, choose? 3, 2, 1. Fire in the hole. വെയിറ്റ് ഞാനേ ആ മറ്റേതാക്കാം. കിച്ച വെയിറ്റ്. ഇത് മനുവേട്ടൻ്റെ പെർഫോമൻസിന് കൺഗ്രാലേഷൻസ് പറഞ്ഞിട്ടേ അച്ഛൻ കേക്ക് ഉണ്ടാക്കണം. Oh, thank you. ഇതെന്താ ഇത്? Mind control. അല്ല ഇനിയിപ്പോ ഇതില് ഡിസൈൻ എന്താക്ക? ഇതന്നെ ഡിസൈൻ. ഇതോ? Let the post my wall masterpiece come down. കറുത്തൻ തുണി. Let it go. Let it go. അതെ, let the cake go. കണ്ടോ കലാബോധം പോരട്ടെ. No, don't. ഇങ്ങനെയല്ലല്ലോ. ഇത് നോക്കൂ ഞാൻ പറഞ്ഞുതരാം. ഒരെണ്ണത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇനി നീ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് കൊളാക്കണ്ട. ഇതാ ഇങ്ങനെയൊക്കെ ആക്കാലോ. ആ മതി, നമുക്കിതിൽ നിർത്താം. അയ്യേ ഇത് ഫുള്ളായിട്ടുണ്ട്. ആദ്യം ഇതിനെ ഫുള്ളായിട്ട് തേക്കും. ഇതിപ്പോ തേച്ചു വിടും. അപ്പോ തേക്കും. അതുകൊണ്ട് അതായത് ഇട്ട ഡിസൈൻ നന്നാവാത്തത് കൊണ്ട് ആ നമ്മളിതിനെ വേറൊരു ഡിസൈൻ. Appo, thank you, Acha. അത് എങ്ങനെയാ ഞാൻ പറഞ്ഞു തന്നിക്കുന്നത്? ആ അങ്ങനെ ഇടുക. എന്നിട്ട് അങ്ങോട്ട് ഇടുക. Into knife. ഇട്ടിട്ട് നൈഫ്. ആ നൈഫ് മനോ വെയിറ്റ് This kind of thing. Which ഇനി one? ഇടുക. എന്നിട്ട് നൈഫ് എടുക്കുക. Yeah. And then even twist it. No. Oh, that's perfect. ആദ്യം നമ്മൾ ഡിസൈൻ ഇട്ടു. ആ ഡിസൈൻ നന്നാവാത്തത് കൊണ്ട് ഫുൾ കവർ ചെയ്യാൻ തീരുമാനിച്ചു. Yeah, and then also twist it. ആ അങ്ങനെ ചെയ്യാല്ലേ, അതിനാണല്ലോ തിരിയണ സാധനം. ഇങ്ങനെ പോട്ടെ. നിന്റെ നൈഫാണേ, മറ്റവരുടെ വേറെ എന്തോ ആണേ. ആ അത് ഇതാണ് Spatula bullet. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ And then use the sides ഇതൊരു also ഒരു സൈഡിൽ നിന്ന് instead of- ചെരിഞ്ഞ് നിൽക്കണോണ്ടേ. സ്നോ വൈറ്റ്. But a little bit of chocolate. You're right, guy. ഇത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കുളിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് രാജീവ് മേസ്ത്രി ഇപ്പോഴേ കേക്കിന്റെ ശവടക്ക് മതി. എല്ലാരും കുറച്ച് പൂവിട്ടിട്ട് പൊക്കോളി. അല്ലാണ്ട് ഞാനിപ്പോ എന്താ പറയുക? എന്താ മേസ്ത്രി ഇത്? ഇതിന്റെ ഉള്ളിൽ പണ്ട് ഒരു കേക്ക് ജീവിച്ചിരുന്നു. Acha. മോനെ നിനക്ക് കേക്ക് തരാം. കിച്ചു, നീ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത അച്ഛന്റെ കേക്കിന്റെ കോൺസെൻട്രേഷൻ പോകും. No, try put the cream and try cover the chocolate thing. Yeah. I think that will be a good thing. അയ്യോ, വീണ്ടും പുറത്തേക്ക് വന്നു. എന്തെങ്കിലും അതായത് ഈ വിപ്പിംഗ് ക്രീമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുകയാണെങ്കിൽ അവിടെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ഇതിന്റെ അവിടെ ഡോക്ടർ ജനനം മരണം ഒരു ശവക്കല്ലറ കേക്കായി. ഞാൻ എന്തിനാ ചുറ്റിന് അതിനാണല്ലോ ഇത്. എന്തെങ്കിലും പ്രതീക്ഷ വെക്കണേ. ബാക്കിയുള്ള ക്രീമുകൾ എടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ തേക്കുക. അപ്പം തേക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ വീണ്ടും കുളിക്കേണ്ടി വരും. അപ്പൊ വീണ്ടും ആ കേക്കിന്റെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ വീണ്ടും ക്രീം തേച്ച് കൊടുക്കണം. മേസ്ത്രി ഒന്ന് അങ്ങട് മാറി നിന്നാ ഇനിയും കഴിഞ്ഞില്ലേ മിനുക്ക് പണി. ഈ അതാണ് വീട് പണി കണ്ടിട്ടില്ലേ, ആ ഉണ്ടാക്കാനോ കെട്ടിപ്പടുക്കാനോ അല്ല ബുദ്ധിമുട്ട്, ഫിനിഷിംഗ് ആണ് ബുദ്ധിമുട്ട്. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. ആൾക്കാർക്ക് കാശ് പോണത് അതാണ് ഇപ്പൊ ചെയ്യുന്നത്. എത്ര ഫിനിഷിംഗ് ചെയ്താലും നമുക്ക് ഫിനിഷിംഗ് ചെയ്തില്ലേ പോലെ. ഇപ്പൊ എന്താണ് സൈഡിലൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത്? അത് കളർ കൊടുക്കാൻ. ഇനി കളർ അങ്ങോട്ട് കൊടുത്തു തുടങ്ങാ അല്ലേ? ആ എന്നാലും എനിക്കൊരു തൃപ്തി വന്നിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ആക്കുമ്പോ കണ്ടോ
ഞാൻ ഇങ്ങടാക്കുമ്പോ ആ ഞാൻ ഇങ്ങടാക്കും. അതാ അത് അലിയണ വരയ്ക്കും കളിക്കും. അലിയണല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ. ആ ശരിയാണ് കേട്ടോ, ഞാനും വിചാരിച്ചു ഈ കളർ ഇഷ്ടമായി. ഓറഞ്ച് മൈ കളർ. തുറക്കൂ നോസില്. ആ നോസൊക്കെ ഉണ്ടോ? അതല്ല, മുകളിൽ ചെറിയ നോസില് തുറക്കൂ. ആ മതി, ഇനി വലിച്ചു കേട് വെക്കാം. അങ്ങനെയാണോ? ആ ഞാൻ പഠിച്ചെടുത്തായിരുന്നു. എന്താ വരയ്ക്കാൻ പോണ? വെൽ ഡൺ ഗൗതം. ഗൗതമിന്റെ പെർഫോമൻസിന് കൺഗ്രാജുലേഷൻ. Gautam, Gaurav both. So I will put only I want to put some. G. Well done. അതാ പക്ഷെ പരന്നു. അതൊക്കെ പറയുന്നു മതി. വെൽ ഡൺ G. Acha, I want to put some. വേണ്ട കിച്ച, it's very എന്ത് വെൽഡൺ? അതൊന്നും കാണില്ല. വെൽ ഡൺ G. ഇനി പച്ച വേണമെങ്കിൽ സൈഡിൽ നമുക്കൊരു വട്ടം അങ്ങനെ. ആ ഒന്നും കാണില്ല അമ്മ എഴുതിയത്. ഇത് നോക്ക്, അക്കാന്ന് എഴുതിയ മാതിരി. എന്താ വല്ലതും വരില്ല. ശബ്ദം വന്നു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ കൊടുത്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, ആരും കാണാണ്ട്. കണ്ടിട്ട് എവിടേക്ക് ഓർഡർ? അതൊന്നും എടുക്കട്ടെ. അയ്യേ എന്തൊരു മനുഷ്യൻ. പിടിച്ചിട്ട് വെൽ ഡൺ To the end of school. Cheers. ആൻഡ് ഗുഡ് പെർഫോമൻസ്. കൈ നോക്കിയിട്ട് ഇവിടെ എന്താണ് അത്? ഞാൻ എന്താണ് കേക്കല്ലേ ഉണ്ടാക്കിയത്? It's so long and big. ഇതോടെ വയ്ക്കും. That, who is it for? Both of you. Eeny, meeny, miny, moe. Catch a take a bite of it. Show and let it go. Eeny, meeny, miny, moe. എന്നിട്ട് അവർ റെയിൻബോ കേക്ക് പറഞ്ഞ അവസാനം നമ്മുടെ ജോവാൻസ് Rainbow cake വന്നു. എവിടേക്കോ കളർ വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. ഹവിസിരിക്കിച്ച Never judge a book by its cover is what I'm going to say. അതിന്റെ അർത്ഥം അതിന്റെ ഡെക്കറേഷൻ നന്നായിട്ടില്ല എന്നല്ലേ. നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. Acha, let me just taste again. And the top. കുട്ടികൾക്ക് വിശന്നിട്ടേ. നന്നായില്ലോ. കണ്ണിട്ട് കഴിച്ചു നോക്ക്. നീ കഴിക്കില്ലേ? ആ കഴിക്കാം. Please tell Acha. കേക്കിന്റെ ടേസ്റ്റ് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഡെക്കറേഷൻ കൊള്ളാം സത്യമായിട്ട്. കേക്കൊക്കെ ഉണ്ടാക്കുന്ന ദിവസം പിള്ളേർക്ക് രാവിലെ മുതൽ ഭക്ഷണം കൊടുക്കണ്ട. അപ്പൊ ഇങ്ങനെ വന്ന് ചോദിച്ച് കഴിച്ചോളൂ. കഴിച്ചു നോക്ക്. ഞാൻ കഴിക്കാം. എനിക്ക് ക്രീമൊന്നും വേണ്ട. സൂപ്പറായിട്ട് കാണട്ടെ. കേക്ക് കറക്റ്റായി കൂടെ വന്നിട്ട് ഉൾഭാഗം നന്നായി വന്നിട്ട് ഡെക്കറേഷൻ മാത്രം കൊള്ളായി. വിച്ച് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ബൈ മകളെ. Stop. Give me.